सरे ग रे ग रे ग रे ध सरे ग स प ग रे स प ग रे നമസ്കാരം. ബിനീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓം ശരവണ ഭവ. ഇന്ന് ഞാൻ വെറ്റില ദീപത്തെക്കുറിച്ചാണ് പറയുന്നത്. ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഘോരയിൽ, അതായത് രാവിലെ 6 മണി മുതൽ 7 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ, വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെ ചൊവ്വാഘോരയാണ്. ഈ സമയത്ത് മുരുക ഭഗവാന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് വെറ്റില ദീപം. അതെങ്ങനെയാണ് കൊളുത്തേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നതും പറയുന്നതും. ഇതിന് വേണ്ടത് 6 വെറ്റില, പിന്നെ ഒരു മൺചിരാത്, ഒരു ബ്രാസ് പ്ലേറ്റിൽ കുങ്കുമവും മഞ്ഞൾപ്പൊടിയും പനിനീരിലും ജവാദ് പൊടിയിലും ചാലിച്ചതാണ് മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയും കുങ്കുമവും ഇതുപോലെ ചാലിച്ച് പുരട്ടുക. അതിനുശേഷം 6 വെറ്റിലയിലും ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുങ്കുമവും ചാലിച്ച് പുരട്ടുക. ഇതിലേറ്റവും പ്രധാനം ഈ 6 വെറ്റിലയുടെയും കാമ്പ് നുള്ളി നമ്മൾ മൺചിരാതിൽ ഇടേണ്ടതാണ്. ഈ കാമ്പിന് മൂദേവിയാണ് വാസം ചെയ്യുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് കാമ്പ് ഈ മൺചിരാതിൽ തന്നെ ഇടുക. മൺചിരാതും ഇതുപോലെ മഞ്ഞളും കുങ്കുമവും കൊണ്ട് അലങ്കരിക്കുക. അതിനുശേഷം 6 വെറ്റിലയും ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് 6 നമ്മുടെ ഈ കാമ്പ് കട്ട് ചെയ്ത് ഇട്ടതും ആ മൺചിരാത് അതിൽ വെച്ചിട്ട് പൂവ് കൊണ്ട് ഭഗവാന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നല്ല രീതിയിൽ തന്നെ നമ്മൾ പൂവ് കൊണ്ട് അലങ്കരിക്കുക. ഇതിൽ നെയ്യാണ് ഒഴിക്കേണ്ടത്. നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുക. ഇതാണ് വെറ്റില ദീപം. അതിനുശേഷം നമുക്ക് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാം. പിന്നെ സ്കന്ദഷഷ്ടി കവചം, വേൽമാറൽ, ഇതെല്ലാം വായിക്കാവുന്നതാണ്. ധൂപദീപ ആരതി എടുക്കുക. ഭഗവാനോട് നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക. 9 ചൊവ്വാഴ്ച ചെയ്തു നോക്കൂ. സർവ്വവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ ഉറപ്പായും നമുക്ക് തരുന്നതായിരിക്കും. അതിനുശേഷം വേൽമാറൽ മഹാമന്ത്രം വായിക്കുകയുണ്ടായി. ഈ മന്ത്രം നിത്യേന ജപത്തിലൂടെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇത് ജപിക്കുകയാണെങ്കിൽ ആഗ്രഹ സാഫല്യവും രോഗമുക്തിയും ശത്രുദോഷം എന്നിവയിൽ നിന്ന് മുക്തിയും ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ വന്നു ചേർന്ന തടസ്സങ്ങൾ മാറുന്നതിന്, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും വന്നു ചേരാൻ ഈ മന്ത്രം വളരെയധികം നല്ലതാണ്. അതിനുശേഷം സ്കന്ദഷഷ്ടി കവചം ഞാൻ വായിക്കുകയുണ്ടായി. ചൊവ്വാഴ്ച, ഷഷ്ടി എന്നീ ദിവസങ്ങളിൽ വേൽമാറൽ
സ്കന്ദഷഷ്ഠി കവചം എന്നിവ ജപിക്കുന്നത് നല്ലതാണ്. ആഗ്രഹ സാഫല്യത്തിനായി 48 ദിവസം ജപിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഞാൻ ധൂപ ആരതി ചെയ്തു. ധൂപ ആരതിയോടുകൂടി ഈ ചൊവ്വാഴ്ചത്തെ വെറ്റില ദീപം ഇവിടെ സമാപ്തമായി. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. ആ